ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മറ്റൊരു വീഡിയോ. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ന്യൂഡൽഹിയിൽ ഒരു ട്രാവൽ ഏജൻസി സ്കാം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പോൾ ആ വീഡിയോ ഇട്ടതിന് ശേഷം ഒരു 4-5 പേര് അതിനുശേഷം മെസ്സേജ് അയച്ചു, സെയിം ഏജൻസി അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന് മുന്നേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായ റേഡിയോഗ്രാഫേഴ്സിനെയാണ് കൂടുതൽ ക്യാൻവാസ് ചെയ്യുന്നത്. റേഡിയോഗ്രാഫേഴ്സിനെ മാത്രമല്ല, അവർക്ക് ഇന്ന പ്രൊഫഷൻ എന്നില്ല, എല്ലാവരെയും. ഇപ്പം 3-4 പേര് മെസ്സേജ് അയച്ചതിൽ അതിൽ മെഡിക്കൽ കോഡിങ് കഴിഞ്ഞവരുണ്ട്, ഡയാലിസിസ് കഴിഞ്ഞവരുണ്ട്, അങ്ങനെ പല കോഴ്സ് കഴിഞ്ഞ പല പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് മെയിൻലി ഞാൻ പറഞ്ഞില്ലേ, സ്കാമേഴ്സിന്റെ മെയിൻ ലക്ഷ്യം പൈസ മാത്രമായിരിക്കും, പണം മാത്രമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർ മെയിൻ പറയുന്നത്, ഈവൻ റീസെന്റ് എന്നെ കോൺടാക്ട് ചെയ്ത ഒരു കുട്ടി പാസ്പോർട്ട് ഇല്ലാന്ന് വരെ പറഞ്ഞിട്ടും പ്രശ്നമില്ല, പാസ്പോർട്ട് വിസയുടെ സമയമാവുന്ന സമയത്താകുമ്പോഴത്തേക്കും മതി, വിസക്ക് 3-4 മാസം എടുക്കുന്നതാണ് അവർ പറഞ്ഞേക്കുന്നത്. നമ്മളിപ്പോൾ ജോബിന് വേണ്ടി തപ്പി ഇറക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയും പെട്ടെന്നൊരു ജോബ് കിട്ടണം എന്നുള്ളൊരു മൈൻഡ് ആയിരിക്കും ഉണ്ടാവും. സോ നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ പറയുന്ന സമയത്ത് പറയുന്നത്, പ്രത്യേകിച്ച് ഇതുപോലൊരു കമ്പനി, നമ്മളെ പെരിഫറൽ ചെക്ക് നടക്കുന്ന സമയത്ത് കമ്പനിക്ക് പേരുണ്ട്, കമ്പനി അഡ്രസ് ഉണ്ട്, രജിസ്റ്റേർഡ് ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ജെനുവിനിറ്റി നമുക്ക് ആ കാര്യത്തിൽ തോന്നും. പക്ഷേ നമ്മൾ ആരോടെങ്കിലൊക്കെ നമുക്കിങ്ങനെ ഫ്രണ്ട്സിനോടൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കാനേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ മെസ്സേജ് ചോദിച്ചിട്ടും ഈ ഒരു വീഡിയോസ് കണ്ടവരൊക്കെ കോൺടാക്ട് ചെയ്തപ്പം മോസ്റ്റ്ലി ഇതുവരെയായിട്ടും ഒരാൾക്കും ആ ഒരു കമ്പനി വിസ കൊടുത്തിട്ടുണ്ടായിട്ട് നമ്മൾ അറിവിലില്ല. ഈ പൈസ കൊടുത്ത 2-3 പേര് തന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. പൈസ കൊടുത്തതിന് ശേഷം അവർ യാതൊരു റെസ്പോൺസും തന്നെ അവരുടെ മെസ്സേജിനൊന്നും പോകില്ല. പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള മെസ്സേജ്, ഓക്കെ നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്നത് അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ള പല മെസ്സേജ് അവർ അയച്ചിട്ടുണ്ടെങ്കിലും പൈസ കൊടുത്തതിന് ശേഷം അവർ അപ്ഡേറ്റ് ചോദിക്കുന്ന സമയത്ത് റെസ്പോൺസ് കൊടുക്കാത്തൊരവസ്ഥയാണ് ആ ഒരു ഏജൻസി ചെയ്യുന്നത്. ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഇതിൽ തന്നെ മനസ്സിലാവും അത് സ്കാം ആണെന്നുള്ളത്. അപ്പം ഇപ്പൊ ഈ വീഡിയോ ചെയ്യേണ്ടത് ചെറിയ രീതിയിൽ റേഡിയോഗ്രാഫേഴ്സിനെതിരെ മാത്രമുള്ള, റേഡിയോഗ്രാഫേഴ്സിനെ മാത്രം ക്യാൻവാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്കാം ആണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, അവർക്ക് റേഡിയോഗ്രാഫേഴ്സ് എന്നല്ല, പണം മതി. അത് ഏത് രീതിയിൽ, എന്ത് പ്രൊഫഷണലാണേലും അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളിപ്പം ജോബ് ഉണ്ടോ, നിങ്ങൾ ഏത് പ്രൊഫഷണൽ, ഇപ്പൊ ഡയാലിസിസ് ആണെങ്കിലും ഒപ്റ്റോമെട്രി ആണെങ്കിലും ജോബ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ അവർക്ക് മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ല അവർ ഇങ്ങോട്ട് നിങ്ങൾ മെഡിക്കൽ പ്രൊഫഷണൽ ആണോ, ജോബ് തപ്പാണെന്ന് ചോദിക്കുകയാണെങ്കിലും, ഞാൻ ഡയാലിസിസ് ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങൾക്ക് അങ്ങോട്ടുള്ള ജോബ് നമ്മൾ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് അവരെ പറയുന്നത്. ഒബ്വിയസ്ലി നമ്മൾ എവിടത്തേക്കും ജോബ് കിട്ടാണ്ട് നമ്മൾ വേറെ എവിടെയെങ്കിലും കയറി പോകണമെന്നൊരു മൈൻഡ് ജോബ് തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് വരുന്ന സമയത്ത് നമ്മളത് അക്സെപ്റ്റ് ചെയ്യും. അത് അക്സെപ്റ്റ് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ ഇപ്പം പലരും, ഞാൻ പറഞ്ഞല്ലോ, ആ വീഡിയോ കണ്ടതിന് ശേഷം പലരും മെസ്സേജ് അങ്ങനെ ആ മെസ്സേജ് അയക്കുന്ന ആൾക്കാരൊക്കെ എൻ്റെ പ്രൊഫൈലിൽ തപ്പി മെസ്സേജ് അയക്കുന്നതായിരിക്കില്ല. അവർ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു ഏജൻസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തപ്പി പോകുമ്പോഴാണ് ആ വീഡിയോ കാണുന്നത്. അപ്പം അങ്ങനെ അറിഞ്ഞിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ നമ്മൾ അറിയുന്ന ഇൻഫർമേഷൻ അവർക്ക് ഷെയർ ചെയ്ത് അവർ ആ ഒരു ഏജൻസി ആയിട്ടുള്ള സംഭവം കോൺടാക്ട് ചെയ്തിട്ട് ഇല്ലാണ്ടാക്കുന്നത്. പിന്നെ വേറൊരു കാര്യം ഞാൻ അറിഞ്ഞത്, ഞാൻ ഇതിന് മുന്നേ ഒരു സ്റ്റാറ്റിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വീഡിയോ ഏജൻസിക്കാർ കണ്ടിട്ടാണെന്ന് തോന്നുന്നു. റഫ്ലി അതിലിപ്പോൾ ആരാ അയച്ചെന്നുള്ള കാര്യം അവർക്ക് ഒരു ഊഹം വരെ ഉണ്ടാവുള്ളത്, മനസ്സിലായോ. അപ്പൊ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തതും ആ ഒരു കോൺവെർസേഷൻ പാറ്റേൺ ഒക്കെ നോക്കിയിട്ട് അവരൊരു വേറൊരു മച്ചാൻ്റെ അടുത്ത്, ഞാൻ പറഞ്ഞില്ല 3-4 ആൾക്കാർ എന്നെ അപ്രോച്ച് ചെയ്യുന്നത്, അതിലൊരു മച്ചാൻ്റെ അടുത്ത് ഇങ്ങനെ അപ്രോച്ച് ചെയ്തു, നിങ്ങൾ കമ്പനിക്കെതിരെ ഇങ്ങനെ എന്തെങ്കിലും വീഡിയോസും കഴിഞ്ഞിട്ട് നമുക്ക് കോർട്ട് വഴി കാണാം, അങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്ന് അവർ പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് എതിരെ കംപ്ലൈന്റ് ചെയ്യും. പക്ഷെ ഒബിയസ്ലി അങ്ങനെ ഒരു സംഭവം ഒരിക്കലും നിങ്ങൾക്കെതിരെ അവർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം വീഡിയോ ഇടുന്നതും അല്ലെങ്കിൽ ഈ ഒരു സംഭവം ചെയ്യുന്നതും എല്ലാം ഞാനാണ്. അപ്പം ഞാനാണിപ്പം ഒബിയസ്ലി പറയുന്നത് ആ ഒരു ഏജൻസി സ്കാം ആണെന്ന്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ അടുത്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങളുടെ അടുത്ത് യാതൊരു വിധത്തിലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ അങ്ങനെ മെസ്സേജ് പോയ മച്ചാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൊണ്ട് പേടിക്കേണ്ട എന്നുള്ള കാര്യം. ഒബിയസ്ലി ഇനി ഭാവിയിൽ എങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും ഇപ്പം വന്നവർ നിങ്ങളിപ്പം ചോദിച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പം പൈസ തിരിച്ചു ചോദിക്കുന്ന സമയത്ത് അവരിങ്ങനെ എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു ഭയപ്പെടലും വേണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ അഥവാ ഇനി പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം ആ പേയ്മെന്റ് തിരിച്ച് കിട്ടാനുള്ള പ്രോസസ്സ് നോക്കുക, അല്ലെങ്കിൽ കംപ്ലൈന്റ് ചെയ്യാനൊക്കെ നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കംപ്ലൈന്റ് ഫയൽ ചെയ്യാനുള്ള ഫോമാറ്റ് അല്ലെങ്കിൽ സൈബർ ക്രൈമിന്റെ വെബ്സൈറ്റും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പേയ്മെന്റ് ചെയ്തതാണെങ്കിൽ കംപ്ലൈന്റ് ചെയ്യാനൊക്കെ ആ ഫണ്ട് തിരിച്ച് കാണിക്കാൻ നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ അവർ മുന്നേ പറഞ്ഞ ജെന്യൂൻ ആണ്, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെയാണ് പറയുന്നത്. ഒബ്വിയസ്ലി ജെന്യൂൻ ആണെന്നുണ്ടെങ്കിൽ അവർ വിസ പ്രൊവൈഡ് ചെയ്യാൻ പറയണം, മനസ്സിലായോ. നമുക്കറിയാം അവർ രജിസ്റ്റേർഡ് ഏജന്റ് അല്ലാന്ന് ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും നാട്ടിൽ പല മിഡിൽ മാൻ ആയി നിന്നിട്ട് പല ഏജൻസികളും വിസ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ ആയിട്ടും ഒരാൾക്ക് വരെ ആ ഏജൻസി വിസ കൊടുത്തിട്ടില്ല. അവരുടെ വെബ്സൈറ്റിൽ നോക്കുന്ന സമയത്ത് പല റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ചെയ്തേക്കുന്ന അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതായത് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പൗസ് വിസ എടുത്തു കൊടുക്കാൻ അവർ ലീഗലി അപ്രൂവ്ഡ് ആണ്, സ്പൗസ് വിസ എടുത്തു കൊടുക്കാൻ. അപ്പം ഓൾറെഡി ഉള്ള വിസയിൽ സ്പൗസിന് രജിസ്ട്രേഷൻ ചെയ്യുന്ന മാത്രമാണ്. അതിപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ UK ഞാനിപ്പോൾ കല്യാണം കഴിച്ച എൻ്റെ ഭാര്യനെ കൊണ്ടുവരാണെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് ഓൺലൈനിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് അവർ ചെയ്തു കൊടുക്കുന്നത്. അതായത് അത് സ്വന്തമായി ചെയ്യാൻ അറിയാത്ത ആൾക്കാർക്ക്
ചെയ്തു കൊടുക്കുന്ന ഒരു പരിപാടിയാണത്. അപ്പോൾ അതുപോലെയുള്ള ഒരു എന്താ പറയുക ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസ് ഏജൻസി ഇല്ലേ, അതിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ പരിപാടികളും നമ്മൾ ഈ പറഞ്ഞ വേൾഡ് റിക്രൂട്ട്മെന്റ് സർവീസസ് എന്ന് പറഞ്ഞിട്ട് ലിമിറ്റഡ് ഏജൻസിക്കും ചെയ്യാൻ പറ്റും. അതുപോലെ പല കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. അതിനുള്ള നല്ല നല്ല റിവ്യൂസ് അവരുടെ വെബ്സൈറ്റിലും അല്ല ബാക്കിയുള്ള പേജിൽ നോക്കുകയാണെങ്കിൽ ആ റിവ്യൂസ് ഒക്കെ അതിൽ കാണാൻ പറ്റും. പക്ഷെ ഒരു എന്താ പറയുക ജോബ് വിസ ഇതുവരെയായിട്ട് അവർ പ്രൊവൈഡ് ചെയ്തിട്ട് നമുക്കൊരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല. നമ്മൾ നമ്മുടെ ഇതിൽ മാക്സിമം സെർച്ചും കാര്യങ്ങളൊക്കെ നടത്തും. എന്നിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. ഒബ്വിയസ്ലി ഇത്രയും കാലത്തെ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് 100% ഇത് സ്കാം ആണെന്നാണ് പറയുന്നത്. സോ ഒബ്വിയസ്ലി നിങ്ങൾ ഈ ആരെങ്കിലൊക്കെ ആ ഒരു കമ്പനി അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്ത ഫ്രണ്ട്സ് നിങ്ങൾക്ക് അറിയാമെന്നാണെങ്കിൽ ഓൺ ചെയ്യാനാക്കാം. അഥവാ ഫണ്ട് പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫണ്ട് തിരിച്ചെടുക്കാനുള്ള പരിപാടി മാക്സിമം നോക്കാനാക്കുക. വീണ്ടും അവർ പറയുന്നത് പോലെ നിങ്ങൾ വെയിറ്റ് ചെയ്യും, 3 മാസം എടുക്കും 4 മാസം എടുക്കും എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ ഒരു വെയിറ്റ് ചെയ്ത് നിങ്ങളെ സമയം നിങ്ങൾ അവിടെ കളയാനാക്കരുത്. കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അവരെ വെയിറ്റ് ചെയ്യുന്ന ആ ഒരു വർക്കിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്ത് സമയം കളയാനാക്കരുത്. നിങ്ങൾ അടുത്ത പരിപാടി നോക്കണം. ആ ഒരു സംഭവം അഥവാ പേയ്മെന്റ് അടുത്ത് 30,000 40,000 എത്ര നിങ്ങൾ അടച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫണ്ട് കിട്ടാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷെ അത് ശ്രമിച്ചുകൊണ്ടിരുന്ന് അതിന്റെ വഴിയിൽ വീണ്ടും സമയം കളയാൻ പാടില്ല എന്നേ ഞാൻ പറയുള്ളത്. ഇപ്പം ഒബ്വിയസ്ലി സ്കാമേഴ്സിനെ അറിയാമല്ലോ. നിങ്ങൾക്ക് ഒരു സ്കാം നിങ്ങൾ അതിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അതിലിപ്പം ഊരിയെടുക്കൽ വേറെ വഴിയൊന്നുമില്ല. നിങ്ങൾക്ക് ട്രൈ ചെയ്യാനേ പറ്റില്ല. പക്ഷെ അത് തിരിച്ച് കിട്ടുന്ന കാര്യം ഒരു ഉറപ്പും ഉണ്ടാവില്ല. സോ ട്രൈ ചെയ്യുക. തിരിച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഓപ്ഷൻസ് നോക്കുക. വേറെ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏജൻസീസും കാര്യങ്ങളും ഉണ്ടാവും. അവരായിട്ട് തപ്പിയിട്ട് അടുത്ത ജോബിനുള്ള ഓപ്ഷൻസ് നോക്കുക. അപ്പം ഇനി ഇതുപോലെയുള്ള എന്തെങ്കിലും കാര്യമുണ്ട് കുറച്ചുകൂടി നിങ്ങളായിട്ട് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് ഇപ്പോൾ ഓൺലൈനിൽ ഇഷ്ടം പോലെ ഉണ്ട്. പണ്ടത്തെ പോലെയല്ല. ഒരു 5 വർഷം മുന്നേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒരു ഇൻ പേഴ്സൺ മാത്രമേ നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ChatGPT ഉണ്ട്, പല AI വെബ്സൈറ്റ് ഉണ്ട്. നമുക്ക് എന്താ പറയുക ഡീപ്പ് റിസർച്ച് ചെയ്യണമെങ്കിൽ തന്നെ സ്വന്തം ഫോണിൽ നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഓപ്പണിംഗ് എന്തെങ്കിലും കാര്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളതായ രീതിയിൽ റിസർച്ച് ചെയ്യാനാക്കുക. അതിനുശേഷം ഫ്രണ്ട്സിനോടോ കൊളീഗ്സിനോടുള്ള ബാക്കിയുള്ള മാക്സിമം ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാനാക്കുക. അല്ലെങ്കിൽ അതേ സെയിം ഏജൻസി വഴി പോയ വേറെ ഏതെങ്കിലും ഫ്രണ്ട്സ് അവരുണ്ട്, അവരെ കോൺടാക്ട് ഒപ്പിച്ചിട്ട് അവരോട് ഡയറക്റ്റ് ചോദിച്ചറിയാനാക്കുക. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞല്ലോ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായത് മാക്സിമം റേഡിയോഗ്രാഫേഴ്സിന്റെ ഇടയിൽ ഷെയർ ചെയ്യുക. മാക്സിമം റേഡിയോഗ്രാഫേഴ്സ് ഇല്ല, അപ്പോൾ മാക്സിമം പ്രൊഫഷണൽസിന്റെ ഇടയിൽ ഷെയർ ചെയ്യാനാക്കി. ഇത് മെഡിക്കലായാലും ഏത് രീതിയിലായാലും. ഇപ്പോൾ മെഡിക്കൽ കോഡിങ് കഴിഞ്ഞവർക്ക് വരെ യൂറോപ്യൻ കൺട്രീസിലേക്ക് വിസ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ ക്യാൻവാസ് ചെയ്യുന്നത്. സോ ഒബ്വിയസ്ലി എല്ലാ മെഡിക്കൽ പ്രൊഫഷണൽസ് അല്ലെങ്കിൽ എല്ലാ പ്രൊഫഷണൽസിനെയും എങ്ങനെയും അവർ പറഞ്ഞ അവരൊരു ഇതിന് മുന്നേ പറഞ്ഞ അവർ ആദ്യം ഒരു 30,000 പേ ചെയ്യാൻ നോക്കുന്നത്. അവർ മെയിൻ എയിം എന്ന് വെച്ചാൽ 30,000 മാത്രമാണ്. ബാക്കിലുള്ള പൈസ ഒന്നും അവർ ഫോളോ അപ്പ് ചെയ്യില്ലേ. ഒരു കാൻഡിഡേറ്റ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ എന്റെ ലാസ്റ്റ് വീഡിയോ ഇട്ടത് കണ്ടത് വെറും 2,500 പേരായിട്ടാണ്. അതിലിപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്തിരിക്കുന്ന 5-6 പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഈ 2,500 പേരിലാണ് 5-6 പേര് സ്കാം ആയേക്കുന്നത്. അപ്പം നിങ്ങളിത് ന്യൂഡൽഹിയിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രം ഇന്ത്യയിലുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ ഇന്ത്യയിൽ ആരെ വേണമെങ്കിൽ അവർക്ക് സ്കാം ചെയ്യും. അപ്പം ഓൾ ഓവർ ദ പോപ്പുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ എത്ര ആൾക്കാർ ചിലപ്പോൾ ഇതിൽ അകപ്പെട്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. ചെറിയ രീതിയിലുള്ളൊരു സ്കാമിംഗ് അല്ല, ഇത് വലിയ രീതിയിലുള്ളൊരു സ്കാമിംഗ് ആണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. വെറും 2,000 ആൾക്കാർ കണ്ട വീഡിയോ തന്നെ 5 പേര് എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. സോ ഒബ്വിയസ്ലി ഇറ്റ്സ് എ ലാർജ് നമ്പർ. അതുകൊണ്ട് തന്നെ മാക്സിമം ഷെയർ ചെയ്യാനാക്കുക. ഇതുപോലുള്ള അബദ്ധങ്ങൾ ഇനി ചെന്ന് ചാടാണ്ടിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ പുതിയൊരു ഇൻഫർമേഷൻ ആയിട്ട് കാണുന്നവരെ പീസ് ഔട്ട്, ബൈ.